ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പാടാത്ത പൈങ്കിളി സീരിയലിലെ ഡിസംബർ 14 മുതൽ 18 വരെയുള്ള ഒരാഴ്ചത്തെ വെറും എപ്പിസോഡുകളിലെ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പം ഇന്നലെ നമ്മൾ ദേവ മധുരിമയെ ആട്ടി അകറ്റിയതും മധുരിമ നൽകിയ ഗിഫ്റ്റുകളെല്ലാം തിരിച്ചു നൽകി മധുരിമയുടെ ഓർമ്മകൾ പോലും ഇല്ലാതാക്കിയതും ഒക്കെ കണ്ടു കഴിഞ്ഞു അല്ലേ. ദേവയുടെ ബർത്ത്ഡേ എല്ലാവരും ഗംഭീരമായി ആഘോഷിച്ചതും കൺമണി ഉണ്ടാക്കിയ അടിപൊളി കേക്ക് സുശീലാമ്മ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും നന്നായി എന്ന് പറഞ്ഞതും ഒക്കെയായിരുന്നു ഇന്നലത്തെ വിശേഷം. അങ്ങനെ സന്തോഷത്തോടെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ പോയി കഴിഞ്ഞ് ദേവ സ്വന്തം മുറിയിലേക്കും പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൺമണിയും കിടക്കാനായി വന്നു. അങ്ങനെ നാണത്തോടെ ദേവയുടെ അടുത്തേക്ക് കൺമണി പോവുകയാണ്. ദേവയുടെ കള്ള നോട്ടം കണ്ട് കൺമണി ചോദിക്കുന്നു, എന്താ സാർ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ ദേവ പറയുന്നു, അല്ലടോ, എന്നാലും ഇത്രയും വലിയൊരു സർപ്രൈസ് ഒരുക്കിയിട്ട് എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. തനിക്കപ്പോൾ ഒളിക്കാനൊക്കെ അറിയാമല്ലേ? അപ്പോൾ കൺമണി തിരിച്ചു പറയാണ്, അത് സാർ ഞാനായിട്ട് അമ്മ ഒരുക്കിയ സർപ്രൈസ് പൊളിക്കണ്ടാന്ന് വെച്ചു, അതാ പറയാത്തത്. സാറൊന്നും വിചാരിക്കരുത്. അപ്പോൾ ദേവ പറയുവാണ്, എന്തായാലും താനുണ്ടാക്കിയ കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അല്ല, തനിക്ക് കേക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാമോ? അത് സാർ ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതാ. അപ്പോൾ ദേവ തിരിച്ച് ചോദിക്കുകയാണ്, എന്തായാലും കേക്ക് അടിപൊളിയായിരുന്നു. കൺമണി ഒരു പുഞ്ചിരിയോടെ ദേവയോട് ചോദിക്കുക, ഞാൻ മറ്റൊരു സർപ്രൈസ് കൂടി ഒരുക്കിയിട്ടുണ്ട് സാറിന് വേണ്ടി. അപ്പം അതെന്താണെന്ന് പറഞ്ഞാൽ സാറിന് ഭയങ്കരമായിട്ട് സന്തോഷമാകും. അപ്പോൾ ദേവ തിരിച്ചു ചോദിക്കുകയാണ്, ആഹാ, അത്ര വലിയ സർപ്രൈസോ? എങ്കിൽ പിന്നെ അതെന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ കൺമണി തൻ്റെ ഡയറിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു പേപ്പർ എടുത്ത് ദേവയുടെ കയ്യിൽ കൊടുത്തിട്ട്, ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു സാർ, സാറിൻ്റെ അന്തസ്സിനനുസരിച്ച് എനിക്ക് ഉയരണം. ഇത് കേൾക്കുന്ന ദേവയ്ക്കും സന്തോഷമാകുന്നു. പിറ്റേന്ന് രാവിലെ രേണുകേച്ചി വന്നപ്പോൾ കൺമണിയോട് ബർത്ത്ഡേ പാർട്ടിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു. കൺമണി ബർത്ത്ഡേ പാർട്ടിയുടെ വിശേഷങ്ങളെല്ലാം പറയുന്നു. കേക്ക് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും എല്ലാം പറയുന്നു. അപ്പോൾ രേണുകേച്ചി വിശ്രമത്തോടെ കൺമണിയോട് പറയുകയാണ്, നീ ഉണ്ടാക്കിയ കേക്ക് എനിക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ കൺമണി തിരിച്ചു ചോദിക്കുകയാണ്. കൺമണി തിരിച്ച് ഫ്രിഡ്ജിൽ നിന്നും രേണുകേച്ചിക്കായി മാറ്റിവെച്ച കേക്ക് രേണുകേച്ചിക്ക് കൊടുക്കുന്നു. രേണുകേച്ചി കേക്ക് കഴിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെ പറയുന്നു. കൺമണി രാവിലെ തന്നെ എല്ലാവർക്കും ചായയുമായി പോകുന്നു. സുശീലാമ്മയ്ക്ക് ചായ കൊടുക്കുമ്പോൾ, നീ ഉണ്ടാക്കിയ സാധനങ്ങളൊന്നും ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് സുശീലാമ്മ ചായ തട്ടിത്തെറിപ്പിക്കുന്നു. കൺമണി തറയിൽ നിന്ന് ഗ്ലാസ് ചില്ല് പെറുക്കിയെടുക്കുമ്പോൾ വിരൽ ചില്ലുകൊണ്ട് മുറിയുന്നു. ദേവ ഇത് കാണുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ദേവ കൺമണിയുടെ കൈ വാഷ് ചെയ്യിക്കുന്നു. എന്നിട്ട് ദേവയും കൺമണിയെ ചില്ല് പറക്കാനായി സഹായിക്കുന്നു. പിന്നീട് സുശീലാമ്മ പടിയിൽ നിന്ന് കാല് സ്ലിപ്പായി വീഴുന്നത് ആണ് കാണിക്കുന്നത്. സുശീലാമ്മ ഉറക്കെ വിളിച്ച് കരയുന്നു. എന്നാൽ ആരും വരുന്നില്ല. കൺമണിയാണ് ഓടിയെത്തുന്നത്. കൺമണി സുശീലാമ്മയെ എണീപ്പിച്ച് ഇരുത്തുന്നു. എന്നാലും സുശീലാമ്മ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, അനന്യയെ സ്വപ്നയെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്നാൽ അനന്യയെ സ്വപ്നയെന്നും അനന്യയുടെ സ്വപ്നയുടെയും പൊടി പോലും എവിടെയെങ്കിലും കാണുന്നില്ലായിരുന്നു. അപ്പോൾ സുശീലാമ്മ കാല് വേദന കൊണ്ട് വിളിക്കുക, അയ്യോ എൻ്റെ കാല് വേദനിക്കുന്നേന്ന് നിലവിളിക്കുന്നു. അങ്ങനെ കൺമണി സുശീലാമ്മയുടെ കാല് എടുത്ത് മടിയിൽ വെച്ച് തടവി കൊടുക്കുന്നു. കൺമണി തടവുമ്പോൾ സുശീലാമ്മയ്ക്ക് നല്ല ആശ്വാസം കിട്ടുന്നു. സുശീലാമ്മയ്ക്ക് കൺമണിയുടെ ചെറുതായി സ്നേഹമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. കാരണം എനിക്ക് ഒരു വീഴ്ച വരുമ്പോഴത്തേന് ഇവളെ കാണൂ എന്നെ നോക്കാൻ എന്നൊരു തോന്നലൊക്കെ സുശീലാമ്മയ്ക്ക് ഉണ്ടായി തുടങ്ങുന്നുണ്ട്. പിന്നീട് സുശീലാമ്മയുടെ എല്ലാ കാര്യങ്ങളും കൺമണി എന്നെ ചെയ്തു തുടങ്ങിയാണ്. കൺമണി ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ സുശീലാമ്മ കഴിച്ചു തുടങ്ങുന്നു. അകമേ കൺമണിയോട് ഇഷ്ടം തോന്നി തുടങ്ങി സുശീലാമ്മയ്ക്ക്. പക്ഷെ പുറമേ സുശീലാമ്മ അതൊന്നും തുറന്നു കാണിക്കുന്നില്ല. സുശീലാമ്മയുടെ ഈ മാറ്റത്തിൽ ആനന്ദമേനോനും ദേവയ്ക്കും അവന്തികയ്ക്കും ഒക്കെ സന്തോഷമാകുന്നു. നമ്മുടെ അനന്യയെ സ്വപ്നയും കുഴുത്തുരുമുണ്ടാക്കാൻ സുശീലാമ്മയോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതങ്ങോട്ട് ഫലപ്പെടാതെ വരുന്നു. അങ്ങനെ രണ്ടുപേരും ഭരത്തിനെ കൂട്ടുപിടിച്ച് കൺമണിക്കെതിരെ ഗൂഢനീക്കം നടക്കാൻ ആലോചിക്കുന്നു. അങ്ങനെ സ്വപ്നയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി അവിടുന്ന് അവർ ഒരു സമ്മാനം തരുമെന്നും അത് വാങ്ങി തിരിച്ചു വരണമെന്നും ഒക്കെ സ്വപ്നയും അനന്യയും കൺമണിയോട് പറയുകയാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയില്ല സ്വപ്നേച്ചി, ഞാൻ രേണുകേച്ചിയെ കൂട്ടി പോകാമെന്ന് കൺമണി പറയുമ്പോൾ, വേണ്ട, നീ ഒറ്റയ്ക്ക് പോയാൽ മതി. രേണുക ഇവിടുത്തെ വേലക്കാരിയല്ലേ, വേലക്കാരിയെ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് അയക്കുന്നത് എനിക്ക് നാണക്കേടാ. നിനക്ക് ഞാൻ വഴിയൊക്കെ കൃത്യമായി പറഞ്ഞു തരാമെന്നും സ്വപ്ന പറയുവാണ്. ഞാൻ സാറിനോട് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് കൺമണി ഫോൺ എടുക്കുന്നു. അപ്പോൾ അനന്യ സ്വപ്ന അവളെ തടയുന്നു. അപ്പോൾ വേണ്ട, ദേവ അറിഞ്ഞാൽ പറയും പോണ്ടാന്ന്. അവനിപ്പോൾ പഴയ പോലെയൊന്നും അല്ലല്ലോ, അവ ഒരുപാട് മാറിയില്ലേ. അങ്ങനെ കൺമണി ഒറ്റയ്ക്ക് പോകുവാണ്. കൺമണി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ചേട്ടത്തിമാർ ഭരത്തിനെ വിളിച്ച് കൺമണി വീട്ടിൽ നിന്ന് ഇറങ്ങിയതായി പറയുന്നു. അങ്ങനെ കൺമണി നടന്ന് വഴി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ദേവ വിളിക്കുന്നുണ്ട്. എങ്കിലും ചേട്ടത്തിമാർ പറയുന്നതിനനുസരിച്ച് കൺമണി ഫോൺ എടുക്കുന്നില്ല. അവസാനം കൺമണി സ്വപ്ന പറഞ്ഞ വീട്ടിലെത്തുന്നു. വീട്ടിലുള്ളവർ കൺമണിയെ വീട്ടിനുള്ളിലേക്ക് ക്ഷണിക്കുന്നു. സ്വപ്നേച്ചി പറഞ്ഞിട്ട് വന്നതാ എന്ന് കൺമണി അവരോട് പറയുന്നു. സാധനം ഇപ്പം തരാമെന്നും സ്വപ്നയുടെ അനിയത്തിയല്ലേ, വെള്ളം കുടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് കൺമണിയെ അവർ സൽക്കരിക്കുന്നു. എന്നിട്ട് ജ്യൂസ് കൊടുക്കുവാണ് കൺമണിക്ക്. ജ്യൂസിൽ മയങ്ങാനുള്ള പൊടിയും കലർത്തുന്നുണ്ട്.
ജ്യൂസ് വേണ്ട, പെട്ടെന്ന് പോകണമെന്ന് കൺമണി ആവർത്തിക്കുന്നുണ്ടെങ്കിലും അവർ നിർബന്ധിച്ച് കൺമണിയെ കൊണ്ട് ജ്യൂസ് കുടിപ്പിക്കുകയാണ്. ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ടും കൺമണി പെട്ടെന്ന് പോകണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. സാധനം കൊടുക്കാൻ തയ്യാറാകാതെ അവരെന്ത് ചെയ്യുന്നു? ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർ സാധനം കൊടുക്കാൻ തയ്യാറാകാതെ കൺമണിയോട് അവർ വീണ്ടും കുശലം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ കൺമണി മയങ്ങി വീഴുന്നു. മയങ്ങി വീഴുന്ന കൺമണിയെ അവർ ഒരു കട്ടിലിൽ കിടത്തുന്നു. എന്നിട്ട് ഭരതിനെ വിളിച്ച് കാര്യം പറയുന്നു. ഒട്ടും വൈകാതെ തന്നെ ഭരത് കൂട്ടുകാരുമായിട്ട് അവിടെ എത്തുന്നു. മയങ്ങിക്കിടക്കുന്ന കൺമണിയെ കണ്ട ഭരത്, എടീ, ഈ ഭരത് നിന്നെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിരിക്കും എന്ന് പറയുന്നു. ഇതാണ് അടുത്ത ഒരാഴ്ചയിലെ പാടാത്ത പെങ്കിളിയിലെ കഥ. ഈ കഥ ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.